വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി സംസാരിച്ച് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഡോക്ടർ എസ് ജയശങ്കർ അറിയിച്ചു. പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായും അന്റോണിയോ ഗുട്ടറസ് സംസാരിച്ചു. എല്ലാത്തരം ഭീകരതയെയും പാകിസ്ഥാൻ അപലപിക്കുന്നുവെന്ന് പാക് പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഷാരോൺ മാത്യു ചേരുന്നുണ്ട്. ഷാരോൺ, നിർണായകമായ പല യോഗങ്ങളും നടക്കുന്നുണ്ട്. അതിനിടയിൽ ഇപ്പോൾ എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രി UN സെക്രട്ടറി ജനറലുമായി സംസാരിച്ചു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായത്? ശ്രുതി, ഇന്ത്യൻ സൈന്യത്തിന് എന്ത് തരത്തിലുള്ള നീക്കം നടത്താനും പ്രധാനമന്ത്രി അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായിരിക്കുന്നത്. ഈ സംഘർഷത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് UN. ഇപ്പോൾ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഡോക്ടർ എസ് ജയശങ്കറുമായി ടെലിഫോണിൽ സംസാരിച്ചു. ഇതിന് പിന്നാലെ ഷെഹബാസ് ഷെരീഫുമായും ടെലിഫോണിൽ സംസാരിച്ചു. കുറ്റവാളികളെ ഏത് തരത്തിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ എസ് ജയശങ്കർ അന്റോണിയോ ഗുട്ടറസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ എല്ലാത്തരം ഭീകരതയും പാകിസ്ഥാൻ അപലപിക്കുന്നുവെന്നും പാക് പ്രധാനമന്ത്രി അന്റോണിയോ ഗുട്ടറസിനെ അറിയിച്ചു. ഏത് തരത്തിലുള്ള സുതാര്യമായ നിഷ്പക്ഷ അന്വേഷണവും നേരിടാൻ പാകിസ്ഥാൻ തയ്യാറാണെന്നും അന്റോണിയോ ഗുട്ടറസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വെല്ലുവിളിച്ചാൽ തങ്ങളതിനെ നേരിടുമെന്നും ഷെഹബാസ് ഷെരീഫ് ഇപ്പോൾ UN-നെ അറിയിച്ചിരിക്കുന്നു. ഇതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ഇമ്രാൻഖാൻ്റെ ഒരു പ്രതികരണവും എക്സിൽ വന്നിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒറ്റക്കെട്ടാണെന്ന് ഇമ്രാൻഖാൻ അറിയിച്ചിരിക്കുന്നു. ഈ പെഹൽഗാം ഭീകരാക്രമണം ദാരുണമാണെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു. എന്നാൽ ഈ മോദി സർക്കാർ അനാവശ്യമായി പാകിസ്ഥാന് മേൽ കുറ്റാരോപണം നടത്തുന്നു എന്നാണ് ഇപ്പോൾ ഇമ്രാൻഖാൻ പറഞ്ഞിരിക്കുന്നത്. സമാധാനമാണ് എപ്പോഴും പാകിസ്ഥാൻ്റെ മുൻഗണന, എന്നാൽ പ്രകോപനമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് ഇമ്രാൻഖാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്രാൻഖാൻ ഇപ്പോൾ നവാസ് ഷെരീഫിനെതിരെയും പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് സർദാരിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവർ ഇന്ത്യക്ക് എതിരെയുള്ള നിലപാടുകൾ മയപ്പെടുത്തിയാണ് സ്വീകരിക്കുന്നത്. ഇന്ത്യക്ക് നേരെ ഇവർ ആഞ്ഞടിക്കുന്നില്ല. ഇവർക്ക് പലതരത്തിലുള്ള നിയമവിരുദ്ധമായ കച്ചവടങ്ങളും ബിസിനസ്സുകളും ഒക്കെ മറ്റ് രാജ്യങ്ങളിലുണ്ട്. അത് മറ്റ് രാജ്യങ്ങളുടെ എതിർപ്പ് ഭയന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഇങ്ങനെയൊരു മയപ്പെടുത്തിയ നിലപാട് ഇന്ത്യക്കെതിരെ സ്വീകരിക്കുന്നുവെന്ന് ഇമ്രാൻഖാൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതിനിടെ തന്നെയാണ് ഇപ്പോൾ UN സെക്രട്ടറി ഡോക്ടർ എസ് ജയശങ്കറുമായും പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായും സംസാരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UN-ൻ്റെ ഭാഗത്ത് നിന്ന് ഇരു രാജ്യങ്ങൾക്കും എന്തുതരം ആവശ്യങ്ങൾ വന്നാലും സമീപിക്കാമെന്നും ഇപ്പോൾ UN അറിയിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ഇപ്പോൾ UN ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഷാരോൺ മാത്യു ആണ് വിശദാംശങ്ങൾ നൽകിയത്.